ശിവപാർവതി പാർട്ട് 23. അപ്പോഴാണ് ഗീതയുടെ ഫോൺ അടിക്കുന്നത്. അത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ ഇതെല്ലാം ആതിര വാതിലിന്റെ പുറകിൽ നിന്നും കേട്ട് നിന്നിരുന്നു. ആദിയേട്ടനെ കൂട്ടുപിടിക്കുന്നു. എന്തിന്? ആദിയേട്ടന് ഒരു പക്ഷേ പാറുവിനെ ഇഷ്ടമായിരുന്നു. ഇതിങ്ങനെയൊന്നും വിട്ടാ പറ്റില്ല. ഈ ഗീതയെ ഒതുക്കിയില്ലെങ്കിൽ ഈ കുടുംബത്തെ അവൾ തമ്മി തെറ്റിക്കും. അവൾക്ക് പണി കൊടുക്കാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ. ഇന്നേക്ക് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടും. ഗീത പോയ വയ്യെ നോക്കി ആതിര പിറുപിറുത്ത് നിർത്തി. പാറു ശിവനെ നോക്കി മുറിയിൽ വരുമ്പോ അവിടെ ശിവനില്ലായിരുന്നു. അവൾ ബാൽക്കണിയിലും ബാത്റൂമിലും എല്ലാം നോക്കി. ഈ ശിവേട്ടൻ ഇത് എവിടെയാ? ശിവേട്ടൻ വന്നിട്ടുണ്ടെന്നാണല്ലോ ആദ്യം പറഞ്ഞ്. എന്നോടൊരു സ്നേഹവുമില്ല. എന്നോടൊന്നും മിണ്ടിയാലെന്താ? ഞാൻ എത്ര സോറി പറഞ്ഞതാ? അവൾ അതും പറഞ്ഞ് സങ്കടത്തോടെ മുറിയിൽ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടേബിളിൽ ഒരു ലെറ്റർ എന്തോ കാണുന്നത്. അവൾ അത് കയ്യിലെടുത്തു. ഇതെന്താ, പൊട്ടിച്ചിട്ടുണ്ടല്ലോ. അവൾ വെറുതെ തുറന്നു വായിച്ചതും അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. അവളുടെ കണ്ണുനീർ തുള്ളികൾ ആ പേപ്പറിൽ പോയി വീണു. അവളുടെ ഹൃദയം വേദനയോടെ മിടിക്കുന്ന പോലെ തോന്നി അവൾക്ക്. എന്തോ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ശിവൻ നിൽപ്പുണ്ടായിരുന്നു. ആ പേപ്പറും പിടിച്ച് നിറമീയോടെ നിൽക്കുന്ന പാറുവിനെ കണ്ടതും അവൻ്റെ മീകൾ ഒന്ന് നിറഞ്ഞു. അവനെ കണ്ടതും അവളൊന്ന് വിങ്ങിപ്പൊട്ടി. അവൾ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ശിവേട്ട, സോറി. ആ പേപ്പർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയാതെ സംഭവിച്ചതായിരുന്നു. അതിനാണോ എന്നോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ ഇങ്ങനെ പിടങ്ങി നടക്കുന്നത്? എന്നിട്ടിപ്പോ എന്നെ തനിച്ചാക്കി പോകുവാണല്ലേ? ഇതാണോ എന്നോടുള്ള സ്നേഹം? ആ നെഞ്ചിൽ കിടന്ന് അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ നുള്ളിപ്പെറുക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ടതും അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് ദേഷ്യമാണോ? അവളുടെ മീകളെല്ലാം നിറഞ്ഞിരുന്നു. എൻ്റെ ലീവെല്ലാം കഴിഞ്ഞു, പോകാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കാൾ വന്നു. ഒത്തിരി പറഞ്ഞു നോക്കി, ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ സങ്കടവും ദേഷ്യം എല്ലാം കൂടിയായി നിൽക്കുമ്പോഴാണ് ഇന്നലെ നിന്റെ കൈ തട്ടി പേപ്പറിൽ ചായ പോകുന്നത്. അപ്പോഴത്തെ സങ്കടം കൊണ്ട് അറിയാതെ ദേഷ്യപ്പെട്ടു പോയതാ. നീ ആ സങ്കടത്തിൽ ഇന്നലെ എൻ്റെ അടുത്തേക്കൊന്ന് വന്നതുകൂടെ ഇല്ലല്ലോ. അവനും ഒരു പരാതി പോലെ പറഞ്ഞതും, ഓ ഞാൻ വന്ന് ഒത്തിരി സോറിയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ശിവേട്ടൻ. ഒരു കൊച്ചു കുട്ടികളെ പോലെ അവളും പരാതി പറഞ്ഞു. അതെപ്പോ? ഞാൻ അറിഞ്ഞതുകൂടെ ഇല്ല. ദേ ശിവേട്ട, നുണ പറയല്ലേ. ശിവേട്ടൻ ബാൽക്കണിയിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ വന്ന് എത്ര സോറി പറഞ്ഞു. എന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നിന്നിട്ട്. അവൾ ഒരു കുറുമ്പോടെ പറഞ്ഞതും അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പെണ്ണെ, ഞാനപ്പോൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. നീ വന്നതോ പോയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ വന്നതാ പറഞ്ഞിട്ടില്ല. ഇല്ലെന്നേ. അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത് പുറകിലേക്ക് പോകാൻ നിന്നതും അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിർത്തി. എങ്ങോട്ടാണ് ധൃതി പിടിച്ച് മാറുന്നേ? അവളുടെ മീകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒരു നാണത്തോടെ പുഞ്ചിരിച്ച് തല താഴ്ത്തി. ഞാൻ പോയാ നിനക്ക് സങ്കടമാവുമോ? ഒരു കുസൃതിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും, ശിവേട്ടൻ പോയാ ഞാനിവിടെ തനിച്ചാകില്ലേ? അവൾ തല താഴ്ത്തി പറഞ്ഞു. അവളുടെ മീകൾ നിറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ശബ്ദമൊന്ന് ഇടറി. എൻ്റെ മുഖത്തേക്ക് നോക്ക്. അവൻ അവളുടെ താടി പിടിച്ച് പൊക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ മീകൾ ഉയർത്തി അവനെ നോക്കി. ഈ മീകൾ എപ്പോഴും എന്നെ നോക്കി നിൽക്കണം. ഈ മീകളോട് എനിക്കേറെ ഇഷ്ടം. പക്ഷേ ഇവ സങ്കടത്താൽ നിറയുന്നത് എനിക്കിഷ്ടമല്ല. ഈ ശിവൻ പോകുവാണെങ്കിൽ നിന്നെ കൊണ്ടേ ഞാൻ പോകൂ. അത് കേട്ടതും അവളുടെ കണ്ണുകളെല്ലാം വിടർത്തി അവനെ നോക്കി. എന്തേ, വിശ്വാസമായില്ലേ? ശിവേട്ട, എനിക്കെന്താ പറയേണ്ടെന്നറിയില്ല. പിന്നെ ഇങ്ങനെ ശിവേട്ടനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീലൊക്കെ തോന്നുന്നു. പാറു ഒരു നാണത്തോടെ പറഞ്ഞു. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കെത്ര സന്തോഷമുണ്ടെന്നറിയോ നിനക്ക്? അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കുമ്പോഴാണ് അവൻ അവളുടെ മുഖത്തുള്ള ആ ബാൻഡേജ് ഒട്ടിച്ചത് കാണുന്നത്. ഇതെന്താ? നെറ്റിയിൽ നിന്നും അവളുടെ മുടികൾ നീക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ എന്താ പറയാ എന്നറിയാതെ അവനെ നോക്കി. ഇതെന്ത് പറ്റിയതാ? എൻ്റെ മുഖത്തേക്ക് നോക്ക്, ഇനി പറ, ഇതെന്താ? അത് ഗീത,
അതും പറഞ്ഞ് അവൾ നടന്നതെല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ പെണ്ണെ, നീ ഇതാരെയാ പേടിക്കുന്നേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാനില്ലേ നിന്റെ കൂടെ? നിനക്ക് തിരിച്ച് രണ്ടങ്ങ് കൊടുത്താലെന്താ? എനിക്കറിയില്ല ശിവേട്ടാ, എനിക്കൊന്നും പറയാനങ്ങ് തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ നിന്നെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുന്നത്. അത് പിന്നെ അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ ഫോണിൽ ആരോടാ കാര്യമായി പുഞ്ചിരിയോട് സംസാരിക്കുന്നെല്ലാം കണ്ടല്ലോ. ആരോടാ? അതുണ്ടല്ലോ ശിവേട്ടാ. അവൾ പുഞ്ചിരിയോടെ കോളേജിലേക്ക് അവർ വന്നതും സംസാരിച്ചതും എല്ലാം വളരെ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. അവളുടെ സന്തോഷം കണ്ട് അവനിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോ അവരുടെ എല്ലാം തെറ്റിദ്ധാരണ മാറിയോ? അതെ, ഞാനും അമ്മയും അന്ന് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഏട്ടന്? ശിവൻ എന്താണെന്ന പോലെ അവളെ നോക്കി. അച്ഛനും അമ്മയും ഞാനും, അതായിരുന്നു എന്റെ കുടുംബം. അച്ഛന് ഒരേട്ടനും 2 പെങ്ങന്മാരുമുണ്ട്. നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ അച്ഛനൊരു ബിസിനസ് തുടങ്ങി. അത് പെട്ടെന്ന് പച്ച പിടിച്ചു തുടങ്ങി. അവിടെ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. അന്ന് എനിക്ക് ഒരു 13 വയസ്സ് പ്രായം കാണും. ജീവനും ആരവും അധികം അവരുടെ അമ്മ വീട്ടിലാണ് താമസിക്കുന്നത്. ജീവൻ ഇടക്ക് വരാറുണ്ട്. ആരവ് അങ്ങനെ വരികയേയില്ല. അവന്റെ കൂട്ടുകാരനും അവിടെ ആയിരുന്നു. അങ്ങനെ അച്ഛന്റെ ആ ബിസിനസ് വളർച്ച വീട്ടിലുള്ള എല്ലാവർക്കും ഗുണം ലഭിച്ചു. എല്ലാവരും വലിയ സപ്പോർട്ടൊക്കെ നൽകി. പക്ഷേ അച്ഛൻ തുടങ്ങിയതെല്ലാം എൻ്റെ പേരിലാണ്, അവരുടെ ആരുടെയും പേരിലൊന്നുമല്ല. അതറിഞ്ഞപ്പോൾ അമ്മാവന്മാർ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അമ്മായിമാരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനെല്ലാം തുടങ്ങി. അച്ഛൻ അതിനെല്ലാം എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കത് വേണ്ടായിരുന്നു. അതൊന്നുമല്ലായിരുന്നു അവർക്ക് വേണ്ടത്. അച്ഛനുണ്ടാക്കിയ ബിസിനസ് ആയിരുന്നു അത്. അച്ഛൻ്റെ അരികിൽ നിന്നും ഒരിക്കലും കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം പിണങ്ങിപ്പോയി. ഇടയിൽ അച്ഛന് തീരെ വയ്യാതെയായി തുടങ്ങി. എന്താണ് പെട്ടെന്നുണ്ടായതെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. കൂടോത്രമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊന്നും ഇന്നും എനിക്കറിയില്ല അതെന്താണെന്നൊന്നും. തീരെ വയ്യാതെയായപ്പോൾ വല്യച്ഛനെ ഏൽപ്പിച്ചു അതെല്ലാം നോക്കാൻ. വല്യച്ഛൻ അച്ഛനെ ചതിച്ചു. വയ്യാതെ കിടക്കുന്ന അച്ഛനോട്, നിനക്കൊരു ആൺമകനില്ല, ഈ സ്വത്ത് നമ്മുടെ പാരമ്പര്യത്തിൽ തുടർന്ന് പോകണമെങ്കിൽ അതെല്ലാം എൻ്റെ പേരിലേക്ക് നൽകുക. എങ്കിൽ ആ ബിസിനസ് ഞാൻ കൊണ്ടു നടക്കും. നിന്റെ മകളെയും ഭാര്യയെയും ഞാൻ സംരക്ഷിക്കും. തനിക്ക് ആയുസിലെന്ന് മനസ്സിലാക്കിയ അച്ഛൻ വേറെ വഴിയില്ലാതെ അത് സമ്മതിച്ചു. എല്ലാം വല്യച്ഛൻ്റെ പേരിലായതും അമ്മാമാർ തിരിച്ചെത്തി. അവരുടെ എല്ലാം സ്വഭാവം തന്നെ മാറി മറഞ്ഞു. എന്നെയും അമ്മയെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അവരെല്ലാം മറന്നു. എൻ്റെ അച്ഛൻ മരിച്ചതു മുതൽ പ്രശ്നങ്ങളായി. അച്ഛന് ഡയാലിസിസ് എല്ലാം ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മരണം സംഭവിക്കുന്നത്. അതോടെ ഞങ്ങൾ അവിടെ അധികപ്പറ്റായി. ഞാൻ വലുതായാൽ എന്നെ വിവാഹം ചെയ്യണം, എൻ്റെ ചെലവ് എല്ലാം അവർ നോക്കണം എന്നെല്ലാം. എന്നെയും അമ്മയെയും എല്ലാം അവർ നോക്കണ്ടേ? അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മാവന്മാരും വല്യച്ഛന്മാരും അമ്മയെ പറ്റി ഓരോന്ന് പറഞ്ഞു. അമ്മ പോക്കാണ് എന്നെല്ലാം വരുത്തി തീർത്തതോടെ സഹിക്കാനാവാതെയാണ് അമ്മയും ഞാനും അന്ന് അവിടെ നിന്നും ഇറങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. പിന്നെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മാവൻ അച്ഛൻ്റെ മരണം ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അച്ഛൻ വയ്യാതെ കിടപ്പിലാകാൻ കാരണം അയാൾ തന്നെയാണ്. എൻ്റെ അമ്മയുടെ മരണം പോലും അയാൾ അന്നാവും അറിയുന്നത്. അതുപോലും അയാളൊന്ന് മാറ്റി പറഞ്ഞു. അവൾ അതും പറഞ്ഞ് അവനെ നോക്കി. സാരമില്ല, കഴിഞ്ഞു പോയതാലോചിച്ച് നീ വേദനിക്കരുത്, നിനക്ക് ഞാനുണ്ട്. അവൻ അതും പറഞ്ഞ് അവളുടെ കണ്ണിലൊന്ന് ചുംബിച്ചതും അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു. അതിൽ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്ത തെറ്റിൽ വല്യച്ഛൻ ഒരുപാട് വേദനിച്ച് തന്നെയാണ് മരിച്ചത്. അമ്മാമാരുടെ ജീവിതം അതിലും ഗുരുതരമാണ്. അച്ഛൻ്റെ ബിസിനസ്സൊക്കെ നശിപ്പിച്ച് കടവും കയറി, മക്കളും ഉപേക്ഷിച്ചു. നേരെക്കിച്ച് ജീവിക്കുന്നു അവർ. ഇല്ലാത്ത അസുഖങ്ങളില്ല. എല്ലാം ശ്രീജമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഉത്തരം ദൈവം ഈ ഭൂമിയിൽ നിന്നും തന്നെ തിരിച്ചു നൽകും. അതിനുശേഷമേ മരണം വന്ന് വിളിക്കുകയുള്ളൂ. അത് കേട്ടതും പാർവതി ശരിയാ എന്ന രീതിയിലൊന്ന് തലയാട്ടി. നിനക്കൊരു സാധനം കൊണ്ടുവരാൻ വേണ്ടി പോയതാ ഞാൻ. അവൾ എന്താണെന്ന പോലെ ശിവനെ നോക്കിയതും അവൻ ടേബിളിൽ വെച്ചിട്ടുള്ള ഒരു കവർ അവൾക്ക് കൊടുത്തു. അവൾ എന്താണെന്ന പോലെ അത് തുറന്നു നോക്കിയതും അവൾ ഞെട്ടി. ഫോണായിരുന്നു അത്. ഫോണോ? അത് ശരി, എൻ്റെ പെണ്ണിന് ഫോണൊന്നും വേണ്ടേ? ഇങ്ങനെ ആദ്രയുടെ ഫോണിൽ നിന്നും വിളിച്ചു നടന്നാ മതിയോ?
ശിവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. എന്താ ശിവേട്ടാ ഞാൻ പറയുക? എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും എല്ലാം ഞാൻ പോലും അറിയാതെ സാധിച്ചു തരുന്നതിന് ഞാൻ തിരിച്ചെന്താ ചെയ്യുക? ഒന്നും വേണ്ട, എന്നും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അത് കേട്ടതും അവളൊരു പുഞ്ചിരിയോടെ അവനിലേക്ക് ചേർന്ന് നിന്നു. പക്ഷേ ഈ ഹൃദയത്തിലുള്ളതൊന്നും അറിയാൻ ഞാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. ശിവൻ ഒരു കുസൃതിയോടെ പറഞ്ഞതും, അത് പിന്നെ എനിക്ക് ശിവേട്ടന് ഇഷ്ടമൊക്കെ ആയിരുന്നെങ്കിലും ശിവേട്ടൻ എപ്പോഴും ദേഷ്യപ്പെട്ടല്ലേ നടപ്പ്. അവൾ ഒരു കുറുമ്പോടെ അവൻ്റെ കയ്യിലൊന്നും ഉള്ളിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, നിനക്ക് പേടിയാ ഞാൻ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ ചോദിച്ചാ അല്ലെന്ന് പറയുന്നില്ല. അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു. എൻ്റെ പെണ്ണിനോട് ഞാൻ അങ്ങനെ ദേഷ്യമൊന്നും ഇനി കാണിക്കില്ല, അത് മതിയോ? അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. നമുക്ക് ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് പണികളെല്ലാം തീർക്കാനുണ്ട്. എന്ത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.